ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വളരെ വളരെ സുപരിചിതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് അഴിമതി. ഇന്ത്യയിൽ അഴിമതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, അതൊരു പരമ്പര തന്നെയാണല്ലോ അല്ലേ. എന്താണ് ഈ അഴിമതി എന്ന് പറഞ്ഞാൽ? പൊതുസമ്പത്തിൻ്റെയോ പൊതുജനാധികാരത്തിൻ്റെയോ ചൂഷണമോ ദുരുപയോഗമാണ് അഴിമതി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് അഴിമതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ടൈറ്റാനിയം അഴിമതി, സ്പെക്ട്ര അഴിമതി, 2G സ്പെക്ട്ര എന്ന് പറയുന്ന അഴിമതി നമ്മൾ പത്രങ്ങളിലൂടെ ഒരുപാട് വായിച്ച് പഠിച്ച് മനപ്പാടാക്കിയുള്ള സാധനമാണ്. അതുപോലെ സോളാറിനെയും ചരിത്രേനെയും ആരും മറന്നു പോകില്ലല്ലോ അല്ലേ. സോളാർ പാനൽ സ്കാം അഴിമതി 2013 അത്. പിന്നെ ക്യാഷ് ഫോർ വോട്ടേഴ്സ് അഴിമതി 2015 തിരഞ്ഞെടുപ്പിലുള്ള സ്കാം. എന്താ പറയുക, വോട്ടേഴ്സിന് പൈസ കൊടുത്തിട്ട് വോട്ട് വാങ്ങാൻ സ്വാധീനിച്ചു എന്നുള്ളതാണ്. 2020 കേരള സ്വർണ്ണക്കടത്ത് അഴിമതി. ഇങ്ങനെ അഴിമതിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് നമുക്ക് കിട്ടും നമ്മുടെ സൈറ്റിൽ നിന്ന്. അത്ര അഴിമതികൾ നടക്കുന്നുണ്ട്. ഈ അഴിമതിയുടെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഭരണത്തിന് സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ലോക ബാങ്കിൻ്റെ കണക്കനുസരിച്ചിട്ട് പ്രതിവർഷം 1.6 ട്രില്യൺ ഡോളറാണ് ലോകത്ത് ആകമാനം വേൾഡിൽ ടോട്ടലായിട്ട് നഷ്ടമാകുന്നത്. വർഗീയതയും ഭീകരവാദവും പോലെ തന്നെ അഴിമതിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരനെയാണ്. അതുപോലെ തന്നെ ടൈറ്റാനിയം അഴിമതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് 256 കോടി രൂപയാണ്. 256 കോടി രൂപയുടെ ഒരു പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കുകയാണെങ്കിൽ അതിൽ എത്രയായിരിക്കും അവർക്ക് ആവശ്യമുള്ള പൈസ എടുക്കുന്നത്, അല്ല അഴിമതിയിലൂടെ അവർ കൈക്കലാക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ്. ആം ആദ്മി പാർട്ടിയെയും അണ്ണാ ഹസാരെയും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. നമ്മുടെ രാജ്യത്ത് ലോകായുക്ത, ലോക്പാൽ എന്ന് പറഞ്ഞ് 2 സംവിധാനങ്ങളുണ്ട്. ഒന്ന് കേന്ദ്രത്തിലും ഒന്ന് സംസ്ഥാനത്തും. അപ്പോൾ ജസ്റ്റ് അതെന്താണെന്ന് നമുക്ക് നോക്കാം. കേരള സംസ്ഥാനത്ത് 1998 നവംബർ 15 നിലവിൽ വന്ന കേരള ലോകായുക്ത നിയമപ്രകാരം രൂപം കൊണ്ട ഒരു അഴിമതി നിർമ്മാർജ്ജന സംവിധാനമാണ്. നമ്മൾ ഈ സിസ്റ്റം കടമെടുത്തത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ഓംബുഡ്സ്മാൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ലോക്പാൽ, അണ്ണാ ഹസാരെ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാരുടെ ആവശ്യമായിരുന്നു ലോക്പാൽ എന്നത്. സർക്കാർ തലത്തിലും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തും നടക്കുന്ന അഴിമതി തുടച്ചു നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോക്പാൽ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ അഴിമതി നിരോധന നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം തന്നെയുണ്ട്. 1988 സെപ്റ്റംബർ 9 ഈ നിയമം നിലവിൽ വരുന്നത്. ആ സെക്ഷൻ്റെ പേര് ആക്ട് നമ്പർ 49 1988 എന്നാണ്. പൊതുപ്രവർത്തകർക്കെതിരെ അഴിമതി കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് കേന്ദ്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോകായുക്തയിൽ നിന്ന് നമ്മൾ അനുമതി വാങ്ങണം. അതുപോലെ കേന്ദ്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോക്പാലിൽ നിന്നും, സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോകായുക്തയിൽ നിന്നുമാണ് അനുമതി വാങ്ങേണ്ടത്. അഴിമതി രഹിത ഭരണ സംവിധാനം ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് അത്യന്താപേക്ഷിതമായ പശ്ചാത്തലത്തിൽ വിജിലൻസും ആൻറ്റി കറപ്ഷൻ ബ്യൂറോയും കൂടി അഴിമതി രഹിത കേരളം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്, അത് പൈസയോ നമുക്ക് കിട്ടേണ്ട സേവനങ്ങളോ എന്തും ആവട്ടെ, അത് കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും അഴിമതിയുടെ വിപത്ത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ആ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ചുവപ്പ് നാട സമ്പ്രദായം അല്ലെങ്കിൽ റെഡ് ടാപ്പിസം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, പത്രങ്ങളിലും ടി വിയിലൊക്കെ. ഇപ്പം നമ്മളത് കേൾക്കാറില്ല. ഈ ചില ജീവിതങ്ങൾ ഫയലിൽ കുടുങ്ങിപ്പോയി എന്ന് പറയില്ലേ. അതായത് നമ്മളൊരു ആവശ്യമായിട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ ഫയലിനുള്ളിൽ ടാപ്പ് ചെയ്ത് വെക്കുക. ആ ചുവപ്പ് നാടയിൽ നിന്ന് നമ്മുടെ ഫയൽ പുറത്തേക്ക് വരണമെങ്കിൽ
നമ്മൾ അവർക്ക് എന്തെങ്കിലും കൈക്കൂലിയോ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന മറ്റു സേവനങ്ങളോ ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ റെഡ് ടേപ്പിസിനെ പറ്റി കേൾക്കുന്നില്ല, എന്നാൽ റെഡ് ടേപ്പിസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഗവേണൻസും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പൊതുജനങ്ങൾക്ക് അഴിമതി സംബന്ധിച്ച ഏതൊരു കാര്യവും 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അറിയിക്കാൻ പറ്റുന്നതാണ്. പറഞ്ഞു സമയം ഒരുപാടായി. ഓക്കെ, താങ്ക് യു.